ചാമ്പയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നാരങ്ങ വരെ കഷ്ടപ്പെട്ടങ്ങ് ഇഷ്ടപ്പെട്ടാരി ഇഷ്ടപ്പെട്ട ചക്കരക്ക്. അമ്മയൊക്കെ വയസ്സായി കഴിഞ്ഞ പല്ലൊക്കെ വീക്കായ സമയത്ത് ഇങ്ങനെ ചോദിക്കും അമ്മ. ഇഷ്ടപ്പെട്ട ചാമ്പയ്ക്ക. നടക്കാറാകുമ്പോ നീ വന്ന് പറിക്ക് കേട്ടാ. സ്വപ്നലോകത്തെത്തി സൂണോട്ട് അവനാ സൂണോട്ടായാലേ ശവയ്ക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഓമി ഇഷ്ടപ്പെട്ട വലിയ കൊതിയൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ തന്നാ ഞാൻ തിന്നാം, അല്ലാതെ എനിക്ക് അതിന് വേണ്ടി മെനക്കെടാനൊന്നും പറ്റൂല. അല്ല അച്ഛൻ കടിച്ചിട്ട് ഹാഫിന്റെ അകംഭാഗം കൊടുത്താൽ അവനെ റെഡ് കളർ കാണുമ്പോ ഹരം കേറും. അവൻ പക്ഷെ നാരങ്ങ തിന്ന ആളായതുകൊണ്ടേ അവനിതൊന്നും ആയിരിക്കത്തില്ല. അച്ഛൻ ഹാഫ് കടിച്ചിട്ട് അകത്തെ പൂത്ത് കൊടുക്കും, അപ്പോഴേ കറക്റ്റ് അവൻ ആ പുളി അറിയും. രാവിലെ ഒലിക്കാന് വേറെ ആൾക്കാരെ അമ്മു ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അമ്മുന്റെ പ്ലേറ്റിൽ നോക്കുന്നത്. അമ്മു എന്ത് ചെയ്ത് വെച്ചാൽ 2 തൈര് കൂടെ മറ്റേതൊക്കെ ഓർഡർ ചെയ്യും. ദോശക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ? അമ്മു ഇപ്പോഴും ചോദിക്കും അങ്ങനെ, നിന്റെ ഫുഡ് ആക്ച്വലി കൊള്ളാവോ, ഞാൻ ചുമ്മാ ടേസ്റ്റ് ചെയ്യട്ടെ. അല്ലെ അമ്മു ഇപ്പോഴും ചോദിക്കുമല്ലേ? വേണ്ട, ചെറിയൊരു ബൈറ്റ് മതി. അതെ. എന്താടോ എന്താടാ ഓമി? നീ വലുതാവുമ്പോ അത് വരെ നിന്നെ ഞാൻ കൊണ്ട് നടക്കൂടാ. ചിലപ്പോ അച്ഛനെ ട്വിൻ ആയിരുന്നു കാണും, ബിക്കോസ് ഒരേപോലെ ഭയങ്കര സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. ഉറങ്ങ സൂചിച്ചു പോയെന്ന്. മിക്കവാറും ഫ്ലാറ്റിൽ പോകുമ്പോ അവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോ കണ്ട അച്ഛനെ ചൂണ്ടിക്കാണിച്ചു മിക്കവാറും കാര്യം. അല്ല അച്ഛൻ കടിച്ചിട്ട് ഹാഫിന്റെ അകംഭാഗം കൊടുത്താൽ അവനെ റെഡ് കളർ കാണുമ്പോ ഹരം കേറും. അവൻ പക്ഷെ നാരങ്ങ തിന്ന ആളായതുകൊണ്ടേ അവനിതൊന്നും ആയിരിക്കത്തില്ല. അച്ഛൻ ഹാഫ് കടിച്ചിട്ട് അകത്തെ പൂത്ത് കൊടുക്കും, അപ്പോഴേ കറക്റ്റ് അവൻ ആ പുളി അറിയും. രാവിലെ ഒലിക്കാന് വേറെ ആൾക്കാരെ